ഗൈസ്, ഇന്ന് നമ്മളൊരു വെറൈറ്റി ഇഫ്താറിന് പോവാണ്. കൂട്ടുകാരങ്ങൾക്ക് ഇപ്പൊ തന്നെ ബോണറ്റുമ കയറിയിരുന്നു. കാണിക്കാൻ വിട്ടുപോയി. നമ്മളെ ടീം എല്ലാരും ഉണ്ട് കേട്ടോ കൂടെ. ഇതാണ് റമദാൻ മാസം മാത്രം നന്നവണ കൂട്ടത്തിലെ ചങ്ക്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ എവിടേക്ക് ഇഫ്താറിന് പോകണമെന്ന് ഞാൻ നിങ്ങളൊക്കെ പറയാൻ മറന്നുപോയി. മിനിയോട്ടിന്റെ മേലുള്ള മിസ്റ്റി ഗ്രീൻ ഹിൽസ് പറഞ്ഞ റിസോർട്ടിൽ കേട്ടോ. അവിടെ എത്തിയപ്പോ ദാ നിൽക്കണു ഞങ്ങളെ മുന്നിൽ പോയ ബാക്കി ടീംസ് ഒക്കെ. അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് സ്പേസ് തന്നെ ഉണ്ട് കേട്ടോ ഇവർക്ക്. നോമ്പ് തുറക്കി ഈ സമയമുള്ളതുകൊണ്ട് തന്നെ കുറച്ചേരം കാറ്റും കൊണ്ട് വർത്താനം പറഞ്ഞ അവിടെ ഇരുന്നിട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ 2-3 ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇഫ്താറിന്. നിങ്ങൾക്ക് ഇവിടെ സ്പേസ് ആയിട്ട് മാത്രം ഇഫ്താറിന് എടുക്കുക, അതുപോലെ ഇൻസൈഡ് ആയിട്ട് ഔട്ട് സൈഡ് ആയിട്ടും വേണമെങ്കിൽ പ്ലാൻ ചെയ്യാട്ടോ. സ്പേസ് മാത്രം എടുക്കുന്നതിൽ ഫുഡ് നിങ്ങൾ കൊണ്ടുവരേണ്ടി വരും. ബാക്കിയൊക്കെ സെറ്റ് ആണ് ഇവിടെ. ഞങ്ങൾ ഇൻസൈഡ് പ്ലാൻ ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഫുഡിന്റെ പ്ലാൻ എങ്ങനെയാന്ന് അറിയണമെങ്കിൽ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് വരെ നമ്പർ കൊടുക്കുക. നിങ്ങൾ അയക്ക് വിളിച്ച് ചോദിച്ചോയിക്കോളി. അങ്ങനെ സമയമായിക്ക് നോമ്പ് തുറന്ന് എല്ലാരും നിസ്കരിക്കാൻ പോയിട്ടോ. പിന്നെ അടുത്ത യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പായിരുന്നു. ഇതിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൽഫാമും മന്തിയായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞൊന്ന് റെസ്റ്റ് എടുക്കുമ്പോഴായിരുന്നു ഒരു വിമാനം ലാൻഡ് ചെയ്യാൻ പോകുന്നത് കണ്ട്. നമ്മളേക്ക് പിന്നെ S24 അൾട്ര ഒന്നും ഇല്ലാത്തതുകൊണ്ട് പറ്റാവുന്നത്ര സൂം ചെയ്തെടുക്കുമ്പോഴായിരുന്നു കൃഷ്ണേട്ടന്റെ ഒരു വാണിങ്. ഇങ്ങനെ കാട്ടി ഫോണി ആടി അതിനെ നടന്നു പോയിരിക്കണം. അടുത്തത് ഇനി പൂളിക്കാട്ടോ. നമ്മള് പൂളും കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കയറ്റത്തിൽ എന്റെ വീൽ ചെയർ തള്ളണ എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന്? ഞങ്ങൾക്ക് തെറ്റി ഗൈസ്. ഇത് പൂളിക്കിറങ്ങുന്നതിന് മുമ്പ് തിന്ന മന്തി ദഹിക്കാനുള്ളതാണ്. ആസ് എ സ്പെഷ്യലി ഏബിൾഡ് പേഴ്സൺ ഇവിടെ വന്നിട്ട് ഏറ്റവും സന്തോഷം തോന്നിയത് ഈ ഒരു കാര്യം കണ്ടിട്ടായിരുന്നു. നമ്മൾ പോണ എല്ലാ സ്ഥലത്തും നമുക്ക് വീൽ ചെയർ ആക്സസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവൻ പൂൾ സൈഡിലോട്ട് വരെ. പൂളിൽ ഇറങ്ങാൻ ഇച്ഛന്ന് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിലും ബാക്കിയുള്ളവരൊക്കെ നല്ല ആഘോഷിച്ചിട്ടുണ്ട്. അത് എല്ലാരും ഇവിടെ വെള്ളത്തിലായപ്പോ റിയാസാക്കാക്ക് തന്തവായി പഠിച്ചിട്ട് പെട്ടെന്ന് കയറി പോയിട്ടോ. അതിന്റെ ഇടയ്ക്ക് ഓരോരോ തന്താര സ്വഭാവം കണ്ടില്ലേ. ഏകദേശം 1.5 മണിക്കൂറിന്റെ നീരാട്ടിന് ശേഷം ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങാനുള്ള ടൈമായി. അവിടുന്ന് ഇറങ്ങണതിന്റെ മുമ്പ് പതിപോലെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ കൂടെ എടുത്തു. തിരിച്ചു പോരുമ്പോ ഞാൻ ഷെഫീഖ് സാറിന്റെ കൂടെ പോകുന്നത്. ഇഫ്താറൊക്കെ ചെങ്ങൈമാരൊപ്പം ഫാമിലിന്റെ ഒപ്പം ആഘോഷിക്കണം ആഗ്രഹമുള്ള ഒരു വേട്ടോളി മിനിയോട്ടിയിലുള്ള മിസ്റ്റി ഗ്രീൻ ഹിൽസിക്ക്. ഡീറ്റെയിൽസ് ഒക്കെ ക്യാപ്ഷനിലുണ്ടാവും. അപ്പൊ ഓക്കെ ബൈ, അടുത്തേക്ക് കാണാം.